ജില്ലയിലെ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരമായി ഉണ്ടാവുന്ന വില വർധനവിനെതിരെ ജില്ലയിലെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കരാറുകാരുടെ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മുൻ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വില വർധനയ്ക്ക് ചർച്ചയുണ്ടാകുമെന്ന മുൻ ധാരണ തെറ്റിച്ചതിനെതിരെയാണ് പ്രക്ഷോഭം. 2023 വിലവർധനവ് ഉണ്ടായപ്പോൾ കണ്ണൂർ ജില്ലയിൽ ശക്തമായ സമരം നടന്നു. അന്ന് സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകളെ ഉൾപ്പെടുത്തി കലക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് മാത്രമേ വില വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നായിരുന്നു തീരുമാനം. എന്നാൽ ഈ തീരുമാനം ലംഘിച്ചുകൊണ്ട് ഈ വർഷവും അടിക്കടി ഏകപക്ഷീയമായി വില വർദ്ധിപ്പിക്കുകയാണ് ക്വാറി ക്രഷർ ഉടമകൾ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 50% വില വർധനയാണ് ഈ മേഖലയിൽ വരുത്തിയിട്ടുള്ളത്. തെറ്റായ രീതിയിൽ ഉൽപാദനം നടത്തിയതിന്റെ ഭാഗമായി വന്ന ഫൈൻ ഗുണഭോക്താക്കളുടെ മേലെ കെട്ടിവയ്ക്കുകയാണ് ക്വാറി ഉടമകൾ ചെയ്യുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. റോ മെറ്റീരിയലിന്റെ നിലവിലുള്ള വിലയാണ് നിങ്ങളുടെ കാൽക്കുലേഷനിൽ വരിക. പിന്നീട് റോ മെറ്റീരിയലിന് വില വർദ്ധിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സർക്കാരുകളോ പൊതുമരാമത്ത് വകുപ്പോ ഏതെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോ അവരുടെ എസ്റ്റിമേറ്റ് റേറ്റ് റിവൈസ് ചെയ്യുക. നിങ്ങൾ ആ വർക്ക് പൂർത്തീകരിക്കാൻ കമ്മിറ്റ്മെന്റാണ്, നിയമപരമായി വിധേയരാണ്. അത് നിങ്ങൾ നിയമപരമായി നിർവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കാൻ വകുപ്പുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഉത്കണ്ഠപ്പെടുന്നത് റോ മെറ്റീരിയലിന്റെ വില കണ്ടമാനം വർദ്ധിച്ചാൽ ഞങ്ങളുടെ തൊഴിലിനെ ബാധിക്കും, ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന കരാർ പ്രവൃത്തികളെ അത് ബാധിക്കും. അപ്പോൾ പൊതുവെ കരാറുകാരെല്ലാം വല്ലാത്തൊരു പ്രയാസത്തിൽ ഏർപ്പെടും. ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കരാറുകാരുടെ സംഘടനയായ KGCF, GCA, AGCF, പ്രൈവറ്റ് മേഖലയിലെ കരാറുകാരായ PBCA, CIM-AK തുടങ്ങിയ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ T. മനോഹരൻ അധ്യക്ഷനായി. വിവിധ സംഘടനാ നേതാക്കളായ KK രാധാകൃഷ്ണൻ, PV കൃഷ്ണൻ, C. മോഹനൻ, P. മോഹനൻ, K. രത്നാകരൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.